ആണ്ടുവട്ടം 3-ാം വാരം വെള്ളി. തിരുവചനം: ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ സഭയുടെ എതിർസാക്ഷ്യങ്ങളെക്കുറിച്ച് വലിയ ഒച്ചപ്പാടുകൾ കേൾക്കുമ്പോൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം സ്വസ്ഥമായി ഒഴുകുന്ന പുഴ പോലെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പുഴ ചുറ്റുപാടുമുള്ള ഭൂപ്രദേശങ്ങളെ നനച്ച് ഫലവത്താക്കുന്നത് പോലെ ആത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞ പുണ്യാത്മാക്കൾ യേശുവിൻ്റെ കാരുണ്യവും സ്നേഹവും ശുശ്രൂഷയും പങ്കുവച്ച് സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും സഭയെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനാലാണ് ദൈവരാജ്യത്തെ 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് എന്ന് യേശു പറഞ്ഞത്. പുളിപ്പ് തികച്ചും ചെറുതാണ്, മാവിൽ ഒളിഞ്ഞിരിക്കുന്നു, അതേസമയം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പുളിപ്പ് പ്രവർത്തനോന്മുഖമാകുമ്പോൾ ദൈവരാജ്യം ലഭിച്ചവരുടെ കൂട്ടായ്മയും വളർന്ന് പന്തലിക്കും. ഇത് കർത്താവിൻ്റെ പ്രവർത്തനമാണ്.